മേഘ. ഞാൻ നമ്മുടെ ലേൺ വൈസിലെ ഇംഗ്ലീഷ് മെന്റർ ആണ്. സോ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്തോണ്ട് വരാണല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാവും സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട്, എവിടെ തുടങ്ങണം, എവിടെ എൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാമിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആണ് ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്നത്, ഡിഗ്രി എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോന്റെ എക്സാം നമ്മൾ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും മാർക്സിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ BA ഹോണേഴ്സിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് 8 സബ്ജക്ട്സ് ആണ്. ആൻഡ് 8 സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 കോർ കോഴ്സസും 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസും ആൻഡ് ലാസ്റ്റ് 2 ഇലക്റ്റീവ് കോഴ്സസും ആണ് വരുന്നത്. ആൻഡ് കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് 4 കോർ സബ്ജക്ട്സ് വരുന്നത്. ആൻഡ് നമ്മളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റിൽ വരുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമാണ് വരുന്നത്. ആൻഡ് ജനറൽ എലക്റ്റീവ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറും ആൻഡ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറുമാണ്. ആൻഡ് നമ്മുടെ കോർ സബ്ജക്റ്റിലും അതുപോലെ തന്നെ നമ്മളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സിലും നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് 6 ക്രെഡിറ്റ് പെർ സബ്ജക്റ്റ് ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 6 × 6 36 ആണ് നമ്മളുടെ ഈ ഒരു പേപ്പേഴ്സിൽ മൊത്തം വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബാക്കി വരുന്ന 2 ജനറൽ എലക്റ്റീവിൽ വരുന്നത് നമുക്ക് 4 ക്രെഡിറ്റ്സ് ഈച്ച് എന്ന രീതിയിലാണ്. സോ നമുക്ക് ടോട്ടൽ വരുന്നത് 44 ക്രെഡിറ്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ കോർ കോഴ്സസിലാണ്. അതുപോലെ തന്നെ നമ്മളെ എബിലിറ്റി എൻഹാൻസ്മെന്റ് പേപ്പേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ക്രെഡിറ്റിനെ കുറിച്ചിട്ട് വലിയ ബോധേഡ് ആവണ്ട പറയാൻ, കാരണം നമ്മളെ മാർക്സ് വരുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഓഫ് 100 എന്നുള്ള ആ ഒരു മാർക്സ് നമുക്ക് അവിടെ ഉണ്ടാവുന്നതാണ്. സോ നമ്മളെ ക്രെഡിറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അറിഞ്ഞില്ലെങ്കിലും നമ്മളെ മാർക്സിനെ ബേസ് ചെയ്തിട്ട് അവിടെ റിസൾട്ട് വരുന്നതുകൊണ്ട് അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും നമുക്ക് വരാൻ പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എക്സാമിനും പോകുന്നേക്കാളും മുന്നേ നോക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മളെ പേപ്പർ ഫസ്റ്റ് ഇയർ കോർ പേപ്പർ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് 100 മാർക്സിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ 100 മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ABC എന്ന് പറഞ്ഞ പോലെ. ആൻഡ് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ടോട്ടൽ ഓഫ് 6 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാ സെക്ഷൻസും കമ്പൽസറി ആണ്, ബട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഇന്റേണൽ ചോയ്സസ് ഉണ്ട്. സോ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാനോ നമുക്ക് ബെസ്റ്റ് അറിയുന്ന ആൻസേഴ്സ് മാത്രം എഴുതാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ സെക്ഷൻ എയിൽ ഞാൻ പറഞ്ഞ പോലെ 6 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് 6 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് 4 ക്വസ്റ്റ്യൻസ് ക്യാരി 5 മാർക്സ്. സോ നമ്മുടെ സെക്ഷൻ A വരുന്നത് ഔട്ട് ഓഫ് 20ലാണ്. ഈ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ ടെക്സ്റ്റിൽ നിന്നും ഏതെങ്കിലും ലൈൻസ് കോട്ട് ചെയ്തിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് ആൻഡ് ഒരു ക്രിട്ടിക്കൽ കോമെന്റ് ആണ് നമ്മൾ അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടവർ. ആൻഡ് ടോട്ടൽ 150 വേർഡ്സിലാണ് നമ്മൾ ഈ ഒരു ആൻസർ എഴുതേണ്ടത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസിന് നമുക്ക് 5 മാർക്സ് ഈച്ച് എന്ന പോലെയാണ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ B ആണ്. സെക്ഷൻ ബിയിലും നമുക്ക് ഔട്ട് ഓഫ് 20 മാർക്സ് തന്നെയാണ് ഉള്ളത്. ആൻഡ് 20 മാർക്സ് നമുക്ക് വരുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെക്ഷനെ പോലെയല്ല, ഇതിൽ വരുമ്പോൾ നമുക്കൊരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് 4 ക്വസ്റ്റ്യൻസിൽ. സോ ഈ സെക്ഷനിലും 2 × 10 ടോട്ടൽ 20 മാർക്സ് ആണ് ഈ സെക്ഷനിൽ വരുന്നത്. ആൻഡ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട്, അതായത് ഒരു 250 വേർഡ്സിന്റെ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ എഴുതേണ്ടത്. സോ ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് എഴുതാനായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നോവൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് വരിക. ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ C. ഇതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മാർക്ക് വെയിറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്ന സെക്ഷൻ ആണ്. അതായത് ടോട്ടൽ 60 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന്റെ മാർക്സ് വരുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത് 3 ക്വസ്റ്റ്യൻസ് ആണ് ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 20 മാർക്സ് ആണ്. അപ്പൊ നമ്മൾ ലെങ്തി ആയിട്ടുള്ള എസ്സേ, അതായത് ഓൾമോസ്റ്റ് ഒരു 600 വേർഡ്സിന്റെ എസ്സേസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഈ ഒരു
സെക്ഷനിലായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഈ ഒരു സെക്ഷനിലാണ്. ആൻഡ് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക്ക് ക്രിട്ടിക്കൽ അനാലിസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരാം. ആൻഡ് 600 വേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമ്മൾക്ക് ഒരു 4 to 5 പേജസ് ആണ് എഴുതുന്നത്. അതായത് 2 സൈഡഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ 1 പേജ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 4 to 5 പേജസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ എഴുതേണ്ടി വരിക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എക്സാം സെന്റേഴ്സിൽ നിന്ന് നമുക്ക് അഡീഷണൽ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. സോ നമുക്ക് തരുന്ന ആ ഒരു ബുക്ക്ലെറ്റിൽ മാത്രമേ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മൾ മാക്സിമം ലെങ്തി ആക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബുക്ക്ലെറ്റ് എക്സീഡ് ചെയ്ത് പോകാത്തൊരവസ്ഥയിൽ നമ്മൾ ആൻസേഴ്സ് എഴുതുക. അതായത് നമുക്ക് അഡീഷണൽ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആൻസേഴ്സ് ചിലപ്പോൾ നമ്മൾ ലെങ്തി ആക്കിയിട്ട് എഴുതുന്ന സമയത്ത് അവസാനത്തേക്ക് വരുന്ന ആൻസേഴ്സ് എഴുതാൻ സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ എപ്പോഴും വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്ന ആൻസേഴ്സ് ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ആദ്യം പോയി അറ്റൻഡ് ചെയ്തിട്ട് ആ വായിക്കുന്ന എക്സാമിനറിന്റെ ആ ഒരു ഇംപ്രഷൻ കളയാതെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ആൻസേഴ്സ് തന്നെ ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എസ്സേസ് ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതായത് 20 മാർക്സിന്റെ എസ്സേസ് ഒക്കെ നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റിലേക്കൊക്കെ എഴുതി വരുന്ന സമയത്ത് നമുക്ക് ആ ലാസ്റ്റ് എസ്സേ ഒന്നും നമുക്ക് എഴുതുമ്പോൾ തന്നെ ആ ഒരു മൈൻഡ് ഒന്നും അത്ര ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയിട്ടുണ്ടാവും. സോ നമ്മൾ എപ്പോഴും എസ്സേസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് വലിയ ആ ഒരു മുഷിച്ചിലില്ലാതെ അങ്ങോട്ട് എഴുതി വരാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ കോർ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജനറൽ ഇലക്റ്റീവ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ആൻഡ് നമ്മളെ കോർ പേപ്പറിന്റെ പോലെ തന്നെ ഔട്ട് ഓഫ് 100 തന്നെയാണ് നമ്മളുടെ ജനറൽ ഇലക്റ്റീവും വരുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. ഒറ്റ സെക്ഷനേ ഉള്ളൂ. ആൻഡ് അതിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാവുക. അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്സ്. ആൻഡ് ടോട്ടൽ നമുക്ക് 100 മാർക്സിനാണ് നമ്മളുടെ ജനറൽ എലക്റ്റീവ് എന്ന് പറയുന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ വരുന്നത്. പിന്നെ നമ്മളുടെ ജനറൽ എലക്റ്റീവിൽ വരുന്ന ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന നെക്സ്റ്റ് പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടോട്ടൽ 100 മാർക്സിൽ തന്നെയാണ് ഈ ഒരു പേപ്പറും വരുന്നത്. ആൻഡ് അതിൽ നമുക്ക് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് അതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് 5 into 20 100 മാർക്സിലാണ് നമ്മൾ ഈ ഒരു പേപ്പറും നമുക്ക് ഉണ്ടാവും. ഇനി നമ്മളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഓഫ് 50 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ക്രെഡിറ്റ്സ് 4 ആണ് വരുന്നത് നമ്മുടെ ബാക്കി കോർ സബ്ജക്ട്സിലും. ആൻഡ് നമ്മുടെ ജനറൽ ഇലക്റ്റീവിൽ നമുക്ക് വരുന്നത് 6 ക്രെഡിറ്റ്സ് ആയിരുന്നു. ആൻഡ് നമുക്ക് ടോട്ടൽ 100 മാർക്സിലായിരുന്നു വന്നത്. ആൻഡ് ഈ ഒരു സബ്ജക്ട്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് വരുന്നത് 50 മാർക്സിലാണ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 50 മാർക്സിലാണ്. ആൻഡ് ടോട്ടൽ ഓഫ് 4 സെക്ഷൻസ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ 6 ക്വസ്റ്റ്യൻസ് കാണാം. ആൻഡ് ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി ടോട്ടൽ 5 മാർക്സ് ആണ്. ആൻഡ് ടോട്ടൽ 20 മാർക്സ് ആണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് 3 സെക്ഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ആൻഡ് സെക്ഷൻ 2, 3, 4 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആൻഡ് ചിലപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഓർ ഓപ്ഷൻ പോലെ വേറൊരു ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സിന്റെ പേപ്പർ വരുന്നത്. ആൻഡ് നമ്മുടെ സെക്കൻഡ് എബിലിറ്റി എൻഹാൻസ്മെന്റ് പേപ്പർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഈ പേപ്പറും ഔട്ട് ഓഫ് 50 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ റിട്ടേൺ ആയിട്ട് ഒന്നുമില്ല. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് നമ്മൾ MCQ പോലെയാണ് ഇതിൽ ഉണ്ടാവുക. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് അതിന്റെ താഴെ തന്നെ MCQ പോലെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആൻഡ് അതിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ OMR ഷീറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പാറ്റേൺ ആണ് നമ്മളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സിലെ പേപ്പർ വരുന്നത്. So that's all about our question papers and exam pattern.
നമ്മളപ്പോൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കോർ സബ്ജക്ട്സിനാണ്. നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ആൻഡ് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 4 പേപ്പേഴ്സ് ആണ് നമ്മുടെ കോർ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും ഈ ഒരു പേപ്പേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതും ഈ ഒരു 4 പേപ്പേഴ്സിൽ നിന്ന് തന്നെയാണ്. ആൻഡ് ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു ബോണസ് പോലെയാണ്. ലൈക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. അറ്റ് ദ സെയിം ടൈം നമ്മളെ കോർ സബ്ജക്ട്സിന്റെ അത്ര മാർക്ക് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പേപ്പേഴ്സും ആണ് ഇത്. ആൻഡ് ഈ ഒരു വീഡിയോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും പേപ്പർ പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.